റെജി ലൂക്കോസ്, ഈ സമരം ഇങ്ങനെ നീണ്ടുപോയിക്കോട്ടെ, ഒരു കുഴപ്പം നിലപാടാണോ സർക്കാരിന്? അല്ല, സർക്കാരിന് അങ്ങനെ പ്രത്യേക നിലപാടൊന്നുമില്ല. അവര് ചെയ്യുന്ന സമരത്തിനോട് അനുഭവമെങ്കിൽ സമീപനം ഇല്ലായ്മയൊന്നും അല്ല. ഇവിടെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് SUCയുടെ സംഘടന ഇവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വിചിത്രമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈരുദ്ധ്യമായ സമര പിന്തുണയായിട്ട് വന്ന രണ്ട് പ്രധാന രാഷ്ട്രീയ കക്ഷികൾ BD സതീശൻ ഉൾപ്പെടെയുള്ള ഈ സമരവേദിയിൽ ഈ പാവപ്പെട്ട സുരേഷ് ഗോപി 3 തവണ പോയി ഡൽഹി പേയും കണ്ടിട്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയ അദ്ദേഹം ശേഷം പറഞ്ഞത് എന്താണ്? സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ നടപടിക്രമമുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ വാദം എന്താണ്? ഇവർക്ക് 3 സമരപ്പന്തലിലെത്തി അവർക്ക് റെയിൽ കൊടുത്ത സുരേഷ് ഗോപി വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് ശനിയാഴ്ച പറഞ്ഞ മറുപടി എന്താ? മാധ്യമങ്ങളോട് കേരള സർക്കാരിനെ ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വഞ്ചനയല്ലായിരുന്നു വാസ്തവം പറയുന്നത് ഈ രണ്ട് ഇതിന് നേതാക്കന്മാർ ചെയ്തത്. എന്നാൽ INTUC ഇന്നത്തെ ലേഖനം ഞാനും വായിച്ചു. കോൺഗ്രസിന്റെ സൈദ്ധാന്തിക സെല്ലിന്റെ ചെയർമാനും ഇവിടെ യുവജന സംഘ പ്രസ്ഥാനത്തിന്റെ ചെയർമാനും ഇന്ന് അതിൽ എഴുതിയിരിക്കുന്ന സംശയരൂപം ഈ സമരത്തിന്റെ കപടമുഖമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ 10 ലക്ഷമായി ആശാവർക്കർമാർ ഇതിലാണ് ഈ സംവിധാനം വരുന്നത്. കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത്. എന്നാൽ ഇവരെ ഒരു തൊഴിലാളികളായിട്ട് പോലും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. തന്നെയും CITUവിന്റെ INTUCന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. അതൊന്നും അവർക്ക് കൊടുക്കേണ്ട ശമ്പള വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്താത്ത കേന്ദ്ര സർക്കാരിനെ പരിഗണിക്കാതെ കണ്ട് അവർക്കെതിരെ ഒരു വാക്ക് പോലും ഉണ്ടാകാതെ കണ്ട് കേരള സർക്കാരിനെതിരെ നടത്തുന്ന ഈ സമരം അവരോടുള്ള സഹതാപവും അവരോടുള്ള സ്നേഹത്തിലാണ് വാസ്തവത്തിൽ ഈ തൊഴിലാളിപ്പിച്ചിരിക്കുന്നത്. തന്നെയുമല്ല BMS എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ പോലും ഈ സമരത്തിന് പിന്തുണ നൽകുന്നില്ല. ട്രേഡ് യൂണിയനും ഇവരുടെ സമരത്തിനെ ഈ രീതിയിൽ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. അവരുടെ BMS പിന്തുണയ്ക്കുന്നില്ല എന്നാണോ നിങ്ങളുടെ പുതിയ ബോധ്യം? BJP എന്ന് പറയുന്നത് BMSന് പൂർണ്ണ രൂപമല്ലേ? BJP ഇറങ്ങിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിന്മാറി നിൽക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ട് ചെയ്യേണ്ടത് അവരുടെ സർക്കാരിനെതിരെയാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവരുടെ സർക്കാരിനെതിരെ ഈ രാജ്യത്തെ 7 സംസ്ഥാനത്ത് CITUയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇപ്പോഴും ഇതിനെതിരെ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് നൽകാത്തതിനെ കൂട്ടി നൽകാത്ത തൊഴിലാളി സംഘടനകളായ കുറിച്ചും ആ സമരങ്ങൾ ഇന്ത്യയിലെ ചെയ്തുകൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ നിരവധി സമരങ്ങൾ INTUC സുഹൃത്തിന്റെ സംഘടന സഹിതത്തിലാണ്. എന്നാൽ കേരള സർക്കാരാണ് ഇവരോട് ഏറ്റവും ഇന്ത്യയിൽ അതിന് പല ഇറങ്ങി. നിങ്ങളുടെ മാധ്യമങ്ങൾ ഈ സമരത്തെ കിട്ടേണ്ട ആനുകൂല്യങ്ങളെ വാസ്തവത്തിൽ നിങ്ങൾ ദ്രോഹിക്കുകയാണ്. അതായത് വസ്തുത. സമരസമിതി സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആനുകൂല്യം കിട്ടുന്നതിന് പകരം ഒരു ചെറിയ സർക്കാരിനെ മാത്രം ലൊക്കേറ്റ് ചെയ്യുന്നതിന്റെ കോൺസെപ്റ്റിന്റെ ഉദ്ദേശം എന്താ? സംസ്ഥാനത്തെ LDF സർക്കാരിനെ ജനങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഡൽഹിയിൽ പോയിട്ടാകണമായിരുന്നു സമരം? അല്ല, ഇതേപോലുള്ളവര് ഈ പാവപ്പെട്ട ചുരുക്കം ഞാനൊക്കെ ചർച്ചകൾ ഇവരെ പിന്തുണച്ച് സംസാരിക്കുന്ന ആളാണ്. ശ്രീ റെജി ലൂക്കോസ്, ഈ പാവപ്പെട്ട എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. സ്വന്തമായി ചിന്തിക്കാൻ കഴിയാത്ത, ബുദ്ധിയില്ല, ആരൊക്കെയോ തെളിക്കുന്ന വഴിയിലൂടെ നീങ്ങുന്ന ഒരു സംഘം. അങ്ങനെയാണ് നിങ്ങൾ ആശാ സമരക്കാരെ, ആശാവർത്തി 3 ദിവസമായ സമരം ചെയ്യുന്നവരെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ആ ഗണത്തിലാണ്. ആരുടെയോ കയ്യിൽ ചരടുള്ള ഒരു പാവയായിട്ടാണ് അവരെ കാണുന്നത്. അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലത് അത് ഉത്തരം ആർക്കാണ് ഉത്തരം മുട്ടിയത്? അവരുടെ സമരത്തെ കുറിച്ച് ഇവിടെ ചർച്ച നടത്തുമ്പോൾ വാസ്തവത്തില് സ്മൃതി, ഞാൻ കുറെ വർഷങ്ങളായല്ലോ സ്മൃതി. ഇപ്പൊ ഞാൻ പാവപ്പെട്ടത് എന്ന് പറയുന്ന ഒരു വാക്കിനെ അതിന്റെ വ്യംഗ്യാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ അതിനെ സഹയാത്രികന്റെ മാത്രം വാക്കല്ലാതെ. കാരണം ആശാവർക്കർമാരെ കൊണ്ട് ചെയ്യിക്കുന്നു, പലയിടത്തായി കേൾക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവരെ ചെയ്യിക്കുകയല്ല, അവർ സമരം ചെയ്യുകയാണ്. അവരുടെ നട്ടല് തിരയാനൊക്കെ ഒരു നേതാവ് പോയിരുന്നല്ലോ. അല്ല, അവരെ ബുദ്ധി അല്ല, ഇത് ഞാനത് പറഞ്ഞു പോയെ. നിങ്ങൾ INTUCയുടെ ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ തന്നെ അമ്പരന്ന് പോയി കേട്ടപ്പോൾ. ഞാൻ പറയട്ടെ, പാവങ്ങൾ എന്ന് പറയുന്നത് ആരെയാ? നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു അവരുടെ ബുദ്ധിഹീനരായിട്ട് അത് വളരെ ക്രൂരമായി സ്മൃതി. അങ്ങനെ പറയരുത്. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും വാക്കുകൾ ഉപയോഗിക്കത്തില്ല. എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോടുള്ള സഹതാപം കൊണ്ട്. അവർ സഹതാപം അർഹിക്കുന്നവർ തന്നെയാ.